ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ലോയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡിസ്കസ് ദ പ്രൊവിഷൻ ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് 1955 റിലേറ്റിംഗ് ടു നള്ളിറ്റി ഓഫ് മാരേജ് ആൻഡ് ഡിവോഴ്സ്. അപ്പം ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ട് 1955 ഹിന്ദുക്കളുടെ മാരേജിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ഈ ആക്ട് വന്നതിന് മുൻപ് ഹിന്ദു മാരേജ് ഒരു സാക്രമെൻറ്റ്, പുണ്യാബന്ധം എന്നാണ് അതിൻ്റെ മലയാള പ്രോപ്പർ വേർഡ് ആയിരുന്നത്. ഡിവോഴ്സ് ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു ആ സമയത്ത്. ഈ ആക്ട് കൊണ്ടുവന്നത് മാരേജ്, നള്ളിറ്റി ഓഫ് മാരേജ്, ജുഡീഷ്യൽ സെപ്പറേഷൻ, ഡിവോഴ്സ്, ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങളിലായിരുന്നു ഇത് ഈ ആക്ട് കൊണ്ടുവന്നത്. വാലിഡ് മാരേജിനുള്ള കണ്ടീഷൻസ് ആക്ട് പറയുന്നത് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ മാരേജ് വോയിഡ് അല്ലെങ്കിൽ വോയിഡബിൾ ആകുമെന്നാണ് പറയുന്നത്. ഹസ്ബൻഡിനും വൈഫിനും ഡിവോഴ്സ് ചോദിക്കുന്ന ഗ്രൗണ്ട്സ് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നു. പിന്നെ പറയുന്നതാണ് ഇത് മാരേജിൻ്റെ സാൻസിറ്റിയും ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇനിയാണ് പറയുന്നത് എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് വാലിഡ് മാരേജ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു, അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു പോവാം. ഇത് സെക്ഷൻ 5 പറയുന്നത് വാലിഡ് ഹിന്ദു മാരേജ് ആവാനായിട്ട് നോ ലിവിങ് സ്പൗസ്, ബോത്ത് മസ്റ്റ് ബി മെൻ്റലി സൗണ്ട്, ഗ്രൂമിന് 21 ഇയേഴ്സ് ഉണ്ടാവണം, ബ്രൈഡിന് 18 ഇയേഴ്സ് ഉണ്ടാവണം, പിന്നെ പ്രോഹിബിറ്റഡ് റിലേഷൻ പാടില്ല, സാമിന്ദാസ് ആവാൻ പാടില്ല, ഐദർ സ്പൗസ്, പിന്നെ കസ്റ്റം അലോ ചെയ്യുന്ന പെർമിറ്റ്സ് മതി. പിന്നെ ഇതൊക്കെ ഈ കണ്ടീഷൻസൊക്കെ വയലേറ്റ് ചെയ്താൽ മാരേജ് വോയിഡ് അല്ലെങ്കിൽ വോയിഡബിൾ ആവും എന്നാണ് പറയുന്നത്. ഇനിയാണ് നള്ളിറ്റി ഓഫ് മാരേജ്. നള്ളിറ്റി ഓഫ് മാരേജ് ക്വസ്റ്റിൽ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നള്ളിറ്റി ഓഫ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് മാരേജ് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഈ ആക്ടിൽ 2 ടൈപ്സ് ഉണ്ട്, വോയിഡ് മാരേജും വോയിഡബിൾ മാരേജും. സെക്ഷൻ 11 ഉണ്ട്, സെക്ഷൻ 12. വോയിഡ് മാരേജ് സെക്ഷൻ 11, വോയിഡബിൾ സെക്ഷൻ 12. വോയിഡ് മാരേജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. വോയിഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 11 പറയുന്നത് മാരേജ് എന്നാൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇൻവാലിഡ് മാരേജ് ആണ്. പക്ഷേ ഇതിൽ റീസൺസ് എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ലിവിങ് സ്പൗസ് ഉണ്ടെങ്കിൽ അത് ബൈഗാമി, പിന്നെ പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, പിന്നെ സാബിന്ദ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഐദർ സ്പൗസിന് കേസ് ഫയൽ ചെയ്യാമെന്നാണ് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജ് ഉണ്ടായിരുന്നില്ല എന്ന പോലെ ട്രീറ്റ് ചെയ്യും. പിന്നെ ഹസ്ബൻഡ് വൈഫ് ലീഗൽ സ്റ്റാറ്റസ് കിട്ടില്ല എന്നും, പിന്നെ മാരിറ്റൽ റൈറ്റ്സ് കിട്ടില്ല എന്നും ഇതിൻ്റെ എഫക്ട്സ് പറഞ്ഞാൽ. പിന്നെ സെക്ഷൻ 16 പ്രകാരം ചിൽഡ്രൻ ലെജിറ്റിമേറ്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ അവർക്ക് സെർട്ടൈൻ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടെന്നാണ് പറയണത്. ഈ വോയിഡ് മാരേജിൻ്റെ സമയത്ത് ആ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറയും. പിന്നെ അതിന് പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ കോർട്ട് ഇന്നസെൻറ്റ് സ്പൗസിന് മെയിൻ്റെനൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് വോയിഡ് മാരേജിൽ പറയുന്നത്. ഇനി വോയിഡബിൾ മാരേജ് സെക്ഷൻ 12, ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അത് വോയിഡബിൾ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ക്യാൻസൽ ചെയ്യുന്നത് വരെ വാലിഡ് ആണ്. അതിൻ്റെ ഗ്രൗണ്ട്സ് ആണ് ഇമ്പോർട്ടൻസി, മാരേജ് ബൈ ഫോഴ്സ്, മാരേജ് ബൈ ഫ്രോഡ്, മെൻ്റൽ ഡിസോർഡർ, വൈഫ് പ്രഗ്നൻറ്റ് ബൈ അനദർ പേഴ്സൺ. ഇതിന് എഫക്ട്സ് ഉണ്ട്. അതായത് മാരേജ് കോർട്ട് ക്യാൻസൽ ചെയ്യുന്നത് വരെ അത് വാലിഡ് ആയിരിക്കും. പിന്നെ അannulment കഴിഞ്ഞാൽ മാരേജ് എൻഡാകും. കോർട്ടിൻ്റെ അannulmentന് ശേഷം മാരേജ് എൻഡാകും. ചിൽഡ്രൻ ലെജിറ്റിമേറ്റ് തന്നെയാവും. പിന്നെ 2 പേർക്കും വീണ്ടും മാരേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് വോയിഡബിൾ മാരേജിൻ്റെ എഫക്ട്സ്.
പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് മാരേജ് ആൻഡ് വോയിഡബിൾ മാരേജ്. ഇത് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ വോയിഡ് മാരേജ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ ഇൻവാലിഡ് ആയിരിക്കും. മാരേജ് ഉണ്ടായിരുന്നില്ല എന്ന് ട്രീറ്റ് ചെയ്യും. ഫണ്ടമെൻ്റൽ കണ്ടീഷൻസിന് വയലേറ്റ് ചെയ്യും. വോയിഡബിൾ മാരേജ് ആണെങ്കിൽ കോർട്ട് ക്യാൻസൽ ചെയ്യുന്നത് വരെ വാലിഡ് ആയിരിക്കും. കോർട്ട് ഡിക്രി വേണം. പിന്നെ ഫ്രോഡ്, ഫോഴ്സ്, ഇമ്പോർട്ടൻസി ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ്, കാരണങ്ങളും. ഇനി അടുത്താണ് ഡിവോഴ്സ് നമുക്കറിയാം. ഡിവോഴ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 13 ആണ്. അതിൽ പറഞ്ഞ ഡിവോഴ്സ് എന്ന കോർട്ട് വഴി മാരേജ് ലീഗലി എൻഡ് ചെയ്യുന്നതാണ്. മാരേജ് റിലേഷൻഷിപ്പ് പെർമനൻ്റ്ലി ആയിട്ട് അവസാനിക്കുന്നു. അതിന് ഗ്രൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേർക്കും ഉണ്ട്. അഡൾട്ടറി, ക്രൂവൽറ്റി, ഡിസെഷൻ 2 years ഉണ്ട്. പിന്നെ കൺവേർഷൻ, വേറെ റിലീജിയൻ നമുക്ക് സ്വീകരിക്കാം. അൺസൗണ്ട് ഓഫ് മൈൻഡ്, പിന്നെ ലെപ്രോസി, ഇത് നമ്മൾ ഈ ഗ്രൗണ്ട് അമെൻമെൻറ്റ് വഴി റിമൂവ് ചെയ്താണ്. വിനീരൽ ഡിസീസ് റിമൂവ് ചെയ്താണ്. പിന്നെ റിന്യൂൺസിയേഷൻ, സന്യാസം സ്വീകരിക്കുന്നത്. പിന്നെ പ്രിസംഷൻ ഓഫ് ഡെത്ത്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 years ആയിട്ടും അയാളെ കണ്ടില്ലെങ്കിൽ, അയാളെക്കുറിച്ചൊരു വിവരം ഇല്ലെങ്കിൽ മരിച്ചെന്നാണ് നമുക്ക് വിചാരിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഹസ്ബൻഡ് ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ സ്പെഷ്യൽ ഗ്രൗണ്ട് അവൈലബിൾ ഒൺലി ടു വൈഫിന് മാത്രം സ്പെഷ്യൽ ഗ്രൗണ്ട്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന് ഓൾറെഡി ഒരു വൈഫ് ഉണ്ടെങ്കിൽ, ഹസ്ബൻഡ് റേപ്പ്, സോഡോമി, ബെസ്റ്റാലിറ്റി ചെയ്തു, അങ്ങനെയാണെങ്കിൽ വൈഫിന് ഇത് കിട്ടും, ഡിവോഴ്സ് കിട്ടും. പിന്നെ മെയിൻ്റെനൻസ് ഡിഗ്രി ഉണ്ട്, പിന്നെയും ഒരുമിച്ച് ജീവിച്ചില്ല എങ്കിൽ. പിന്നെ ചൈൽഡ് മാരേജ് റിജക്റ്റ് ചെയ്യുന്ന, അതായത് ലോ അലോ ചെയ്യുന്ന പീരീഡിൽ മാത്രമാണെങ്കിൽ കിട്ടും. ഇത് വുമണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. ഇതാണ് സ്പെഷ്യൽ ഗ്രൗണ്ട്സ് അവൈലബിൾ ഓൺലി ടു വൈഫ് എന്ന് പറയുന്നത്. ഇനിയാണ് ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ്. സെക്ഷൻ 13B ആണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ 2 പേർക്കും ഡിവോഴ്സ് വേണം എന്നുള്ള ഇത് വേണം. പിന്നെ സെപ്പറേറ്റ്ലി അറ്റ്ലീസ്റ്റ് 1 year അവർ ജീവിക്കണം. പിന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കണം. പിന്നെ ജോയിൻറ്റ് പെറ്റീഷൻ അവർ കോർട്ടിൽ ഫയൽ ചെയ്യണം. കോർട്ട് സാറ്റിസ്ഫൈഡ് ആയാൽ അവർക്ക് ഡിവോഴ്സ് കിട്ടും. ഇനി കുറച്ച് ലാൻഡ്മാർക്ക് കേസുകളാണ്. യമുനാബായ് ആന്ത്രയോ ആദവ് വേഴ്സസ് ആന്ത്രയോ ശിവറാം ആദവ്. ഈ കേസിൽ പറയുന്നത് ഓൾറെഡി വാലിഡ് മാരേജ് ഉണ്ടായിരിക്കുമ്പോൾ ചെയ്യുന്ന മാരേജ് വോയിഡാണ്. പിന്നെ പറയുന്ന കേസാണ് സുരക്ഷിതാദേവി വേഴ്സസ് ഓം പ്രകാശ്. സുരക്ഷിതാദേവി വേഴ്സസ് ഓം പ്രകാശിൽ പറയുന്നത്, ശ്രീമതി സുരക്ഷിതാദേവി വേഴ്സസ് ഓം പ്രകാശിൽ പറയുന്നത്, ഒരു മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സിൽ കോർട്ട് ഡിഗ്രി വരുന്നത് വരെ 2 പേരും ആ കൺസെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് സമർ ഘോഷ് വേഴ്സസ് ജയ ഘോഷ്. അതായത് മെൻ്റൽ ക്രൂവൽറ്റി എന്താണെന്നും എപ്പോഴാണ് അത് ഡിവോഴ്സ് ഗ്രൗണ്ട് ആകുന്നതെന്നും സുപ്രീം കോർട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ഹിന്ദു മാരേജ് ആക്ട് 1955 ഹിന്ദു മാട്രിമോണിയൽ ലോയിൽ വലിയ റീഫോം കൊണ്ടുവന്ന ആക്റ്റാണ്. വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജ് റിക്കഗ്നൈസ് ചെയ്തു. ഡിവോഴ്സിനുള്ള ഡിഫറെൻറ്റ് ഗ്രൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. വുമണിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സിൽ അലോ ചെയ്യുന്നു. അതുകൊണ്ട് ഈ ആക്ട് മാരേജിൻ്റെ സാൻസിറ്റിയും ഇൻഡിവിജ്വൽ റൈറ്റ്സിനും ജസ്റ്റിസിനും സോഷ്യൽ വെൽഫെയറിനും ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇത്രയേ ഉള്ളൂ.